നമ്മുടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത് എന്തിനാ? പലരും കെയർ പ്ലാൻ പോലും കൃത്യമായിട്ട് എഴുതാറില്ല. അഡ്മിറ്റ് ചെയ്യാൻ നമുക്കറിയാമല്ലോ എന്തിനാണെന്ന്. എന്തിനാണെന്ന് ആർക്കറിയാം? ചിലപ്പോഴെല്ലാം നമ്മളുടെ ഒരു ചെറിയ അസുഖത്തെ മാറ്റാനായിരിക്കും അഡ്മിറ്റ് ചെയ്യുന്നത്. മറ്റ് ചിലപ്പോൾ ഈ പേഷ്യൻറ്റിനെ ഒരു പ്രൊസീജിയറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിരിക്കും അഡ്മിറ്റ് ചെയ്യുന്നത്. മറ്റു ചിലപ്പോൾ ഇവരുടെ അസുഖം മാറ്റാനേ പറ്റില്ല. ആ അസുഖം മൂലമുള്ള പെയിൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അഡ്മിഷൻ്റെ പുറകിൽ വ്യത്യസ്തമായ കാരണങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അത്തരത്തിൽ ലോങ് ടൈമിൽ വേദന അനുഭവിക്കേണ്ടി വരുന്ന രോഗികൾ ഇനിമേലിൽ അവർക്ക് ആ കണ്ടീഷനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന സാഹചര്യത്തിൽ നമുക്ക് പെയിൻ മാനേജ്മെൻറ്റ് ടെക്നിക്സ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പേഷ്യൻറ്റിനെ അവരുടെ ബന്ധുമിത്രാദികളെയോ നമ്മൾ എന്ത് ചെയ്യണം, പെയിൻ മാനേജ്മെൻറ്റ് ടെക്നിക്കുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് അവരുടെ പേഴ്സണൽ വ്യക്തിപരമായ ദൈവവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട്, മതപരമായ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് പോകുന്നതായിരിക്കണം ഈ പെയിൻ മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്. ചില വിശ്വാസത്തിൻ്റെ ഭാഗമായി ചില പെയിൻ മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ ചിലർക്ക് പറ്റില്ല. അപ്പോൾ അത് പറ്റില്ല തന്നെയാണ്. സോ നമുക്ക് പേഷ്യൻറ്റിൻ്റെ പേഴ്സണൽ അല്ലെങ്കിൽ റിലീജിയൽ കൾച്ചറൽ വിശ്വാസങ്ങളുമായിട്ട് ചേർന്ന് നിന്ന് പോകത്തക്ക വിധത്തിലുള്ള പെയിൻ മാനേജ്മെൻറ്റ് ടെക്നിക്സ് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നതാണ് കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻറ്റ് PRE5F. പേഷ്യൻറ്റ് and our family are educated on various pain management techniques when appropriate. ആവശ്യമുള്ള പേഷ്യൻസ്